ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലാ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ആ, ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ വേണമെങ്കിലും അവൾക്ക് ഇറങ്ങിപ്പോവല്ലോ. ആ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നതല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ, വാ കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. വിഷ്ണുവേട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ ഏട്ടനറിഞ്ഞോ വിഷ്ണുവേട്ടാ? എടാ, വീട്ടിൽ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലും തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും. പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ? ഒരിക്കലുമില്ല. ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം എനിക്ക് ഉണ്ടേട്ടാ. തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊലി ഓടിക്കുന്നു പറഞ്ഞത് സത്യേറ്റം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂല്ലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എൻ്റെ ജാതി മതം ഒരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തോടെ തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അല്ല മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം.
ചേട്ടാ നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? ഏ? നമ്മളന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ആ ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? ആ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡ്ഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്കോ ഡിസ്നി. ഡിസ്നി വെഡ്ഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. ഓ, കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരും. വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഡിസ്പോസ് അല്ല, അയാളോട് പറഞ്ഞു ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ, ഇവിടെ എല്ലാം മൊത്തം അടിക്കാം. ഓക്കെ സാറേ. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. വാ, കേറ് കേറ്. അളിയന്റെ ഫ്രണ്ട് കേറിക്കോ. നിങ്ങൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. വാതെ. വരാം. 2 കോഫി, 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി, 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നിന്ന് വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാവോ? എന്ത് പറഞ്ഞു? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ലെന്ന്. എന്റെ പൊന്നളിയ, എന്താളിയ? ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളി മടക്കി. താങ്ക്സ്. സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബോധനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകൈ അളിയ. ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഓ, ഇത് കഴിഞ്ഞില്ലേ? അയ്യോ, ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീര എവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിൽ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനെ അറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല വെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീര കൊച്ച് അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ആ, ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു വെക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. ആ, അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിന് അവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. ഇനി എഴുന്നേക്കാവോ? ആ, പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ? എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. ആ, അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ എന്നാ ശരി.